പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കോംപ്ലിമെൻ്ററി പേപ്പറാണ് മാത്തമാറ്റിക്കൽ ടൂൾസ് ഫോർ എക്കണോമിക്സ്. ഇതിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിലായിട്ടുള്ള സബ്ജക്റ്റാണ് മാത്തമാറ്റിക്കൽ ടൂൾസ് ഫോർ എക്കണോമിക്സ് 1 എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ തേർഡ് അല്ലെങ്കിൽ ഫോർത്തിലായിട്ട് മാത്തമാറ്റിക്കൽ ടൂൾസ് ഫോർ എക്കണോമിക്സ് 2 ആണ്. അപ്പോൾ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ടൂൾസ് ഫോർ എക്കണോമിക്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യ മൊഡ്യൂളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ 1 ഇൻട്രഡക്ടറി കോൺസെപ്റ്റാണ്. ഇൻട്രഡക്ടറി കോൺസെപ്റ്റിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്സിനായിരിക്കും, പിന്നെ 5 മാർക്സ്, പിന്നെ 10 മാർക്സ്. ഇതിൽ 2 മാർക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഇക്വേഷൻ പ്രോബ്ലം ആണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുക. പിന്നെ ഈ ഫംഗ്ഷനും റിലേഷനിലും 1-to-1 ഫംഗ്ഷൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ്റെ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷനുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷനും അതിലേതെങ്കിലും ടൈപ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ്റെ പ്രോബ്ലം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രോബ്ലം, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ഒരു തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. അതേപോലെ ക്വസ്റ്റ്യനായിട്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻ്റെ പ്രോബ്ലമായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ കണ്ടുവരുന്ന പൊതുവെ മാത്തമാറ്റിക്കൽ ടൂൾസിൽ കണ്ടുവരുന്ന പ്രവണത മൈക്രോ എക്കണോമിക്സിലെ കോൺസെപ്റ്റുകളായിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ, ഇക്വിലിബ്രിയം ഇങ്ങനെയൊക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും ചില സമയങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. ഇനി അടുത്ത് മൊഡ്യൂൾ 2 തിയറി ഓഫ് സെറ്റ് എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് സെറ്റ്, യൂണിയൻ ഓഫ് സെറ്റ്, അതേപോലെ തന്നെ കോംപ്ലിമെൻ്റ് ഓഫ് സെറ്റ്, അതുപോലെ ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, ഈ രീതിയിലൊക്കെ ചോദിക്കാം. ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് കാർട്ടീസിയൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സെറ്റ് ഓപ്പറേഷൻ. ഓക്കെ, സെറ്റ് ഓപ്പറേഷനൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് മൊഡ്യൂൾ 3 ഗ്രാഫ്സ് ആൻഡ് എക്കണോമിക് ആപ്ലിക്കേഷൻ. ഇതിൽ നിന്ന് സ്ലോപ്പ്, ഇൻ്റർസെപ്റ്റ്, ലീനിയർ ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈന്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇക്വിലിബ്രിയം, റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, അതുപോലെ ഇതിലേതെങ്കിലും മിഡ് പോയിൻ്റ് കാണാനോ ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ കാണാനോ സ്ലോപ്പായിട്ടൊക്കെ പ്രോബ്ലം ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പ്രോബ്ലം ആയിട്ട് സ്ലോപ്പ്, ഇൻ്റർസെപ്റ്റ്, ഇക്വേഷൻ, മിഡ് പോയിൻ്റ് ഈ രീതിയിൽ. അതുപോലെ തന്നെ ഡ്രോ എ ഗ്രാഫ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് തന്നെയായിരിക്കും എസ്സേക്കും പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ഒരു മൊഡ്യൂളാണ് മെട്രിക്സ്, എനി ടൈപ്സ് ഓഫ് മെട്രിക്സസ്. നമ്മൾ കുറേ ടൈപ്സ്, സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, ഇതിലധികം ടൈപ്സ് ഓഫ് മെട്രിക്സിന് ഏതെങ്കിലുമൊക്കെ ചോദിക്കാവുന്നതാണ്. ഡിറ്റർമിനൻസ് ഓഫ് മെട്രിക്സ്, സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ്, അതുപോലെ തന്നെ ട്രേസ് ഓഫ് മെട്രിക്സ് ഓപ്പറേഷൻ്റെ പ്രോബ്ലം, മൈനറി, കോഫാക്ടറി, അഡ്ജോയിൻ്റ്, ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്, അതേപോലെ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ സിമെട്രിക് മെട്രിക്സ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, അതുപോലുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. ഇനി മെട്രിക്സ് ഡിറ്റർമിനൻസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, മൈനർ, കോഫാക്ടറി, അഡ്ജോയിൻ്റ്, ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് പ്രോബ്ലം ചോദിക്കാം. മെട്രിക്സ് ഓപ്പറേഷൻ പ്രോബ്ലം ചോദിക്കാം. അതുപോലെ തന്നെ ക്രാമേഴ്സ് റൂളും ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യനായിട്ട് ക്രാമേഴ്സ് റൂൾ പ്രോബ്ലം, സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവിങ് യൂസിങ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്, അതിലേതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മൈനർ, കോഫാക്ടറി, അഡ്ജോയിൻ്റ്, ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് പ്രോബ്ലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് മൊഡ്യൂൾ ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതിൽ ഏസിയൻ ഡിറ്റർമിനൻ്റ് എന്ത്, ജാക്കോബിയൻ ഡിറ്റർമിനൻ്റ് എന്ത്, സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനൻ്റ് എന്ത്, ജാക്കോബിയൻ ഏസിയൻ ഡിറ്റർമിനൻ്റ് പ്രോബ്ലം, ഇതൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ മൊഡ്യൂൾ 5 അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഈ 4th മൊഡ്യൂളിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.